പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1-ാം തിരുവചനം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട്. 2 തരത്തിലാണ് പ്രതിഫലം. ഒന്ന്, ഈ ലോകം നമുക്ക് തരുന്ന പ്രതിഫലം. 2, സ്വർഗം നമുക്ക് തരുന്ന, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് തരുന്ന പ്രതിഫലം. ഭൂമിയിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രതിഫലം ലഭിക്കുന്നത്? ഓരോ മനുഷ്യരും നന്മ ചെയ്യുമ്പോൾ ചിലരുടെ മനോഭാവം എങ്ങനെയാ? ചിലർ നന്മ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഉദാഹരണം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാഹളം മുഴക്കി ഒരുപാട് നന്മ ചെയ്യാറുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശസ്തരാകണം എന്ന ഉദ്ദേശത്തോടെ നന്മ ചെയ്യാറുണ്ട്. അവർക്കുറപ്പായും പ്രതിഫലമുണ്ട്, ഈ ലോകം നൽകുന്ന പ്രതിഫലം. എങ്ങനെയാ? ലൈക്കായി, കമൻ്റായി, ഷെയറായി അവർക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കും. കയ്യടി കിട്ടും. ഈ ലോകത്തിൻ്റെ കയ്യടി ഉറപ്പായിട്ടും അവർക്ക് കിട്ടും. അവർക്ക് ഈ ലോകത്തിൻ്റെ പ്രതിഫലം അതുവഴി ലഭിച്ചു കഴിഞ്ഞു. വൈറലാകാൻ നന്മ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ തമ്പുരാൻ ഇന്ന് നമ്മോട് പറയുന്നത്, നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ പ്രശസ്തരാകാൻ വേണ്ടി നിങ്ങൾ നന്മ ചെയ്യരുത്. കാരണം നമ്മൾ ആർക്കാണോ നന്മ ചെയ്യുന്നത് അവരും ദൈവത്തിൻ്റെ മക്കളാണ്. അവർക്ക് നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഒരു ഔദാര്യമല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തം നാം നിറവേറ്റുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റുമ്പോൾ അത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടാകരുത്, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ മുമ്പിൽ, നമ്മുടെ അപ്പൻ്റെ മുമ്പിലാകണം. അപ്പോഴാണ് സ്വർഗം നമുക്ക് പ്രതിഫലം തരുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കാം, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുമ്പിലാണോ നാം ചെയ്യുന്നത്? തമ്പുരാൻ്റെ നാമത്തിലാണോ നമ്മൾ നന്മ ചെയ്യുന്നത്? അതോ സ്വന്തം പേര് നിലനിർത്താൻ വേണ്ടിയാണോ നമ്മൾ നന്മ ചെയ്യുന്നത്? തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.